നാരങ്ങ ഒരെണ്ണം നന്നായിട്ട് മൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഈ കളറാകുമ്പോഴാണ് ഈ നാരങ്ങ പറിച്ചിട്ട് നമ്മൾ ഒന്നില്ലേ ജ്യൂസ് അടിക്കാം അല്ലെങ്കിൽ അച്ചാറിടാം കേട്ടോ. ബാക്കി ഇതേ ഈ കാണുന്ന നാരങ്ങകളൊക്കെ ചെറുതാണ്. ഇത് അച്ചാറിട്ട് കഴിഞ്ഞാൽ കയ്പ്പായിരിക്കും. അപ്പോൾ നന്നായിട്ട് മൂത്തതിന് ശേഷം തന്നെ അച്ചാറിട്ടാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് സാധാരണ നാരങ്ങയല്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം, എന്നാലും പറയുകയാണ് സാധാരണ നാരങ്ങയല്ല ഇത് ഒടിച്ചൂത്തി നാരങ്ങ എന്നൊക്കെയാണ് ഇവിടെ പറയാറ്. ഇതിനെ ഒരു കമ്പ് കൊണ്ട് നട്ടിട്ട് നമ്മൾ വീട് താമസിച്ച ടൈമിൽ തന്നെ നട്ടു വെച്ചതാണ് കേട്ടോ. പിന്നെ അതിൽ വേഗം തന്നെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും അങ്ങനെ കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു പ്രാവശ്യം എന്തോ 18 വാങ്ങിച്ചിട്ടു എന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഇതിന്. ഇത് തന്നെ കായ്ക്കണതാണ്. അപ്പോൾ ഇതിന് നല്ല വെയിലുള്ളൊരു സ്ഥലം വേണം. നല്ല വെയിലുള്ളൊരു സ്ഥലത്ത് നട്ടാൽ മാത്രം മതി. ഇതിൽ നന്നായിട്ട് കായ ഉണ്ടായിക്കോളും. പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ മഴക്കാലത്തൊന്നും അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആ 2 നാരങ്ങ അതിൽ 2 നാരങ്ങയും കൂടി പറിച്ചു. ആ മഞ്ഞ കളർ നാരങ്ങ ഉണ്ടല്ലോ, ആ മൂപ്പാണ് ശരിക്കും വേണ്ടത്. പക്ഷേ ഇത് ഒരെണ്ണേ ഉള്ളൂ. നമ്മൾ കടയിൽ പോയി വാങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ സെലക്ട് ചെയ്തൊക്കെ എടുക്കണ പോലെ ഈ മരത്തുമ്മെന്ന് പറിക്കാൻ പറ്റില്ലല്ലോ, അത് ഓരോ ടൈമിൽ ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ ഈ ഒരു നാരങ്ങയ്ക്ക് ഒറ്റയ്ക്ക് അച്ചാറിട്ട് കഴിഞ്ഞാലേ ഒന്നും തികയില്ല. അതുകൊണ്ടാണ് ഉള്ളതിൽ മൂപ്പ് തോന്നിയ 2 നാരങ്ങയും കൂടി പറിച്ചെടുത്തത് കേട്ടോ. പിന്നെ മുകളിലുള്ള നാരങ്ങകളാണ് പറിച്ചെടുത്തത്. താഴത്തുള്ളത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പറിക്കാമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഇത്രയും ചെറുതാക്കി, ഇതിനേലും ചെറുതാക്കി അരിഞ്ഞിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ അച്ചാറിടുമ്പോൾ ഇത് കഴിക്കാനായിട്ടേ ഒരു കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വലുതാക്കി തന്നെ അരിഞ്ഞിടണം കേട്ടോ. അപ്പോൾ ഈ നാരങ്ങ അച്ചാറിട്ട് കഴിഞ്ഞാൽ നമ്മൾ വടുകപ്പുളി നാരങ്ങയില്ലേ, അത് അച്ചാറിടണ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് ഒരു 10-20 ദിവസമെങ്കിലും നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. അതിന് ശേഷം സാധാരണ നമ്മൾ അച്ചാറിടില്ലേ, ആ രീതിയിൽ അച്ചാറിട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ്. പിന്നെ വടുകപ്പുളി നാരങ്ങ അച്ചാറിടുമ്പോൾ നമ്മൾ അതിൽ കുറച്ച് ശർക്കരയുടെ ഇത് ചേർക്കുമല്ലോ, നീര്, അതുപോലെ ഇതിലും ചേർത്ത് കൊടുക്കുക. നമുക്ക് ഒരു വ്യത്യാസവും തോന്നില്ല. നല്ല ടേസ്റ്റായിട്ടാണ് ഈ അച്ചാർ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ജ്യൂസ് അടിച്ച് കുടിക്കണേലും എനിക്കിഷ്ടം അച്ചാറിടാനാണ് കേട്ടോ എനിക്ക് കൂടുതലിഷ്ടം. അപ്പോൾ ഇതൊരു 10-20 ദിവസം കഴിയുമ്പോൾ എടുത്തിട്ട് അച്ചാറിടാം.